കറി കണമ്പ് ഇട്ടിട്ടുണ്ടോന് കാണുമ്പോ കാളമുക്കി ഇത് മേടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പൊ അത് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം. ഓക്കേ. ഇനി നമുക്കില്ലേ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനില്ലേ തേങ്ങ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ പീസ് ഇഞ്ചി വേണം. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ, അരിഞ്ഞ്. മൂന്നാല് ചെറിയ ഉള്ളി, 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരച്ചെടുക്കാം. ഹാപ്പി കുട്ടി, ഹാപ്പി 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 കുട്ടി. വന്നേ, നമ്മുടെ മോള് വന്നേ. ഇപ്പൊ നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. പിന്നെ നന്നായിട്ട് അങ്ങനെ ഇളക്കുക. ഇതിൽ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങരപ്പിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് മാങ്ങിയിട്ടെടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം മാങ്ങിയിട്ട കണമ്പേറിയാണ് ഇന്ന് വെക്കാൻ പോണത്. നമ്മൾ മാങ്ങിയിട്ടിട്ട് തേങ്ങ അരിച്ചിട്ട് കണമ്പേറി ഇനി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഈ ചാറ് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോനെന്തേനാണ് മോനെ? വെള്ളം തിളപ്പിക്കണേണ് കുടിക്കാനുള്ളതേ. പൊടിയിടണ്. മറ്റേത് അത് കിട്ടിയാ? അതെ കിട്ടിയാ. അത് തീർന്നിരിക്കണേരുന്നേ. നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഉണ്ടോ മണി? ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. തിളക്കട്ടെ. ഉണ്ടോ? തരാട്ടാ, ഇപ്പൊ തന്നെ തരാം. ചോറ് മീൻ കറി തരാട്ടാ. എനിക്കിട്ടോ മീനിന്റെ തലയൊക്കെ തന്നല്ല. ഉണ്ടോയി മമ്മിനെ വിളിക്കുന്നില്ല. ഹാപ്പി കുട്ടി മമ്മി ദേ ഹാപ്പിയുടെ മമ്മി വാ. എന്തിനാണ് അപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ലോണം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഇത്തിരി ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചൊഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇതിലൊഴിച്ചിട്ടില്ലല്ല. ഇത്തിരി ഉള്ളിയും വെളിച്ചെണ്ണയും കൂടി താളിച്ചൊഴിക്കാം. കറി കണ്ട നെയ്യൊക്കെ തെളിഞ്ഞ് വന്നത് കണ്ടോ. അപ്പൊ
പിന്നെ മുളക് പൊടിക്ക് അധികം കളറില്ല, അത് കാശ്മീരി എരിവുള്ള മുളക് പൊടി കൂട്ടി പൊടിപ്പിച്ചതാണ് ഞാൻ, ഒരുമിച്ച് പൊടിപ്പിച്ചെടുത്തതാണ്, അതാണ് ആ കളറില്ല മുളക് പൊടിക്ക്. അപ്പം തേങ്ങ അരച്ച കറിയാണല്ലോ ഇത്, മുളകിലെ കറിയല്ല, അതാണ് ഇങ്ങനത്തെ കളറൊക്കെ എന്താ ഓറഞ്ച് കളർ. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ച് വയ്ക്കാം. ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഉള്ളി 2 അരിഞ്ഞതാണ് കേട്ടോ, ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇച്ചിരി വേപ്പിട്ട് ഇതൊന്ന് ചുമന്ന് വന്ന എന്നാലാണ് താളിപ്പ് ടേസ്റ്റ് കൂടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വറ്റൽമുളകൊക്കെ പൊട്ടിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ വറ്റൽമുളക് ഇതിലിടണില്ല. ഉലുവ പൊട്ടിക്കുക, കടുക് പൊട്ടിക്കുക. ചില ആൾക്കാർ മീൻ കറിയിൽ കടുകൊക്കെ പൊട്ടിക്കും. കടുക് പൊട്ടിച്ചില്ലെങ്കിലും ഉലുവ പൊട്ടിച്ചിടാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണ്ട. ഇവിടെ ഉലുവയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. ഞങ്ങളുടെ കൊച്ചിക്കാരുടെ കറി ഇങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നിട്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അല്ല നമുക്ക് മൂടി വെച്ചിട്ട് ഊണ് കഴിക്കാൻ എല്ലാവരും പോകുന്നോളൂ. എല്ലാവർക്കും ഊണ് തരാം, വന്നോളൂ. അപ്പോൾ ഇന്നത്തെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയോട് വരുന്നത് വരെ ബൈ. ടാറ്റ ബൈ 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 പറ. Tutto.